ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 2010 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. 2010 വയനാട് ജില്ലയിൽ നടന്ന LGS പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് നബാർഡ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാർഡ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് നബാർഡാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതാര്? നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി 7 റേസ് കോഴ്സ് റോഡ്. ഇപ്പം ഇതിൻ്റെ പേര് 7 ലോക് കല്യാൺ മാർഗ് എന്നാണ്. ഇതിൻ്റെ ആദ്യത്തെ പേര് 7 റേസ് കോഴ്സ് റോഡ് എന്നാണെങ്കിൽ ഇപ്പോഴത്തെ പേര് 7 ലോക് കല്യാൺ മാർഗ് എന്നാണ്. 7 ലോക് കല്യാൺ മാർഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. കേരളത്തിൽ വനഭൂമി ഇല്ലാത്ത ജില്ല ആലപ്പുഴ. ഇപ്പോൾ ചെറിയൊരു റിസർവ് വനമുണ്ട്. കേരളത്തിൽ വനഭൂമി ഇല്ലാത്ത ജില്ലയായിരുന്നു ആലപ്പുഴ. രാജ്യസഭ ചെയർമാൻ ഉപരാഷ്ട്രപതി. രാജ്യസഭ ചെയർമാൻ ഉപരാഷ്ട്രപതി ആയിരുന്നു. രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതി ആയിരുന്നു. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി സുഭാഷ് ചന്ദ്രബോസ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സുഭാഷ് ചന്ദ്രബോസ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. സുഭാഷ് ചന്ദ്ര ബോസ്. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം ആണ്. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിരുന്നത് ജ്യോതി ബസു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിരുന്നത് ജ്യോതി ബസു ആയിരുന്നു. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി നിർണയം നടത്തിയ ബ്രിട്ടീഷ് എഞ്ചിനീയർ ആർക്കിടെക്റ്റായ സിറിൽ റാഡ്ക്ലിഫ് ആയിരുന്നു അതിർത്തി നിർണയം നടത്തിയ കമ്മീഷൻ ചെയർമാൻ. ആർക്കിടെക്റ്റായിരുന്ന സിറിൽ റാഡ്ക്ലിഫ് ആയിരുന്നു അതിർത്തി നിർണയം നടത്തിയ കമ്മീഷന്റെ ചെയർമാൻ. നോ ഫുൾ സ്റ്റോപ്സ് ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചതാര്? മാർക്ക് ടള്ളി. നോ ഫുൾ സ്റ്റോപ്സ് ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചത് മാർക്ക് ടള്ളിയാണ്. നോ ഫുൾ സ്റ്റോപ്സ് ഇൻ ഇന്ത്യ, മാർക്ക് ടള്ളി. മറഡോണ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. മറഡോണ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറഡോണ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഘടകം സെക്യൂരിറ്റി കൗൺസിൽ. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഘടകം സെക്യൂരിറ്റി കൗൺസിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഘടകമാണ് സെക്യൂരിറ്റി കൗൺസിൽ. ഭരണഘടനയുടെ 370 വകുപ്പ് പ്രകാരം നിലവിൽ വന്ന സംസ്ഥാനം ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകിയിരുന്ന വകുപ്പായിരുന്നു 370 വകുപ്പ്. ഇപ്പോഴും ഈ വകുപ്പ് എടുത്തു കളഞ്ഞാണ്. മഴവില്ലിൻ്റെ മധ്യത്തിലുള്ള വർണ്ണം പച്ച. മഴവില്ലിൻ്റെ മധ്യത്തിലുള്ള വർണ്ണം പച്ചയാണ്. മഴവില്ലിൻ്റെ മധ്യത്തിലുള്ള വർണ്ണമാണ് പച്ച. ഉള്ളിയുടെ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഭാഗം ഇല. ഉള്ളിയുടെ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഭാഗം ഇലയാണ്. ഉള്ളിയുടെ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഭാഗം ഇലയാണ്. പൗരന്മാർക്ക് ഭാരത സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി
ഭാരതരത്നം. പൗരന്മാർക്ക് ഭാരത സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഭാരതരത്നം. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി? കാവേരി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി. ദക്ഷിണഗംഗ കാവേരിയാണ്. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത്? കൈതച്ചക്ക. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്കയാണ്. സ്വർഗീയ ഫലം കൈതച്ചക്ക ആണ്. വിദേശാധിപത്യത്തിൽ നിന്നും ഏറ്റവും ഒടുവിൽ മോചിതമായ ഇന്ത്യൻ സംസ്ഥാനം? ഗോവ. വിദേശാധിപത്യത്തിൽ നിന്നും ഏറ്റവും ഒടുവിൽ മോചിതമായ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ്? കേരള ഹൈക്കോടതി. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് കേരള ഹൈക്കോടതിയുടെ പരിധിയിലാണ്. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് കേരള ഹൈക്കോടതിയുടെ പരിധിയിലാണ്. റെയിൽവേ കടന്നു ചെന്നിട്ടില്ലാത്ത ജില്ല? വയനാട്. വയനാടും ഇടുക്കിയുമാണ് റെയിൽവേ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ. വയനാട്ടിൽ റെയിൽവേ ഇല്ല. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചതാരെ? ഇതിൽ ശരിയുത്തരമില്ല. മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത്. മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യത്തെ മലയാളി ആര്? KG ബാലകൃഷ്ണൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി KG ബാലകൃഷ്ണൻ ആണ്. ഇന്ത്യയിൽ കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? കേരളം. ഇന്ത്യയിൽ കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം ആണ്. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം? മുമ്പ് 5 ആയിരുന്നു, ഇപ്പോൾ 6 കേരളത്തിൽ 6 കോർപ്പറേഷനുകളാണ് ഉള്ളത്. കേരളത്തിലാകെ 6 കോർപ്പറേഷനുകൾ ഉണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ? അവകാശികൾ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ ആണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന നഗരം? ബാംഗ്ലൂർ. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന നഗരം ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ പൂന്തോട്ടം ബാംഗ്ലൂർ ആണ്. റെയിൽവേ എഞ്ചിൻ കണ്ടുപിടിച്ചതാരെ? ജോർജ് സ്റ്റീഫൻസൺ. ജോർജ് സ്റ്റീഫൻസൺ ആണ് റെയിൽവേ എഞ്ചിൻ കണ്ടുപിടിച്ചത്. ജോർജ് സ്റ്റീഫൻസൺ. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ? മക്മോഹൻ ലൈൻ. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് മക്മോഹൻ ലൈൻ. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് മക്മോഹൻ ലൈൻ. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ? ജവഹർലാൽ നെഹ്റു. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് ജവഹർലാൽ നെഹ്റു. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ലാൽ ബാൽ പാൽ. ഇതിൽ പാൽ എന്നറിയപ്പെടുന്ന ആര്? ബിപിൻ ചന്ദ്രപാൽ. ലാൽ ബാൽ പാൽ. ഇതിൽ പാൽ എന്നറിയപ്പെടുന്നത് ബിപിൻ ചന്ദ്രപാലാണ്. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് ഭരണഘടനയിൽ നിന്നാണ് എടുത്തത്? റഷ്യ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ റഷ്യയുടെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തത്. കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാനായി നിയോഗിച്ച കമ്മീഷൻ? സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സർക്കാർ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാനായി നിയമിച്ച കമ്മീഷൻ സർക്കാരിയ കമ്മീഷനാണ്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്ന മൗലിക അവകാശം? ഭരണഘടന പരിഹാരത്തിനുള്ള അവകാശമാണ്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്ന മൗലിക അവകാശം ഭരണഘടന പരിഹാരത്തിനുള്ള അവകാശമാണ്. ബ്രഹ്മസമാജ സ്ഥാപകൻ? രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസമാജ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്? പാർട്ട് 3-ൽ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ പാർട്ട് 3-ലാണ് പ്രതിപാദിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഐറിഷ്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷിൻ്റെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. പാർലമെന്ററി സമ്പ്രദായത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം? ഇംഗ്ലണ്ട്.
പാർലമെന്ററി സമ്പ്രദായത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം ഇംഗ്ലണ്ട് ആണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോഴത്തെ സുനിൽ അറോറയാണ്. സുനിൽ അറോറയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ത്യയിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയാണ്. മൗലിക കടമ അല്ലാത്തത് ഏത്? രാഷ്ട്രീയ പാർട്ടിയെ ആദരിക്കുക. മൗലിക കടമ അല്ലാത്ത ഒന്നാണ് രാഷ്ട്രീയ പാർട്ടിയെ ആദരിക്കുക എന്നത്. ആ പോയിന്റ് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ധവള വിപ്ലവത്തിൻ്റെ വക്താവ് ആര്? ഡോക്ടർ വർഗീസ് കുര്യൻ. ധവള വിപ്ലവത്തിൻ്റെ വക്താവാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. ധവള വിപ്ലവത്തിൻ്റെ വക്താവ് ഡോക്ടർ വർഗീസ് കുര്യനാണ്. സിംല കരാർ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി. സിംല കരാർ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. സിംല കരാർ ഒപ്പുവെച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ഏത് സംസ്ഥാനത്താണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്? പഞ്ചാബ്. ഭരണഘടന നിലവിൽ വന്ന ശേഷം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചാബിലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ആദ്യമായി നടത്തിയ വർഷം? 1961. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ആദ്യമായി നടത്തിയ വർഷം 1961. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം ഏത്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയത് കേരളത്തിൽ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം? തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം തെന്മലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രമാണ് തെന്മല.